തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ: അരി, തൈര്, ഗ്രീൻ പീസ് പച്ചയാണത്, ഉണങ്ങിയതല്ല, ഏലക്കായ, കരയാമ്പൂ, പട്ട, വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ്, ഒരു 5-6 ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക്, പിന്നെ സാധാരണ പോലെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എണ്ണ, നെയ്യ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇത് 2 കപ്പ് അരിയുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം വേവിക്കാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ അരി കഴുകി ക്ലീനാക്കി വയ്ക്കാം. അരിയിലെ വെള്ളം പോകാനായിട്ട് നമ്മൾ ഇതിലേക്ക് വയ്ക്കുക. ഈ വെള്ളം പോയി ക്ലീൻ ആകുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞു കൊണ്ടുവരാം. നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു. നമുക്ക് ബീൻസ് അരിയാം. അല്ലേ, ഈ രീതിയിൽ ബീൻസ് അരിഞ്ഞാൽ മതി. വലിയ ബീൻസ് ആണെങ്കിൽ നമുക്ക് 2 പീസാക്കാം. ഇത് ചെറുതാണ്, അത് കാരണം വേണ്ട. വലുതാണെങ്കിൽ നടുകെ ഒന്നും കൂടി പൊളിച്ച് ഈ രീതിയിലാക്കിയാൽ മതി. ഇത് ചെറുതാണ്, ചെറുതായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇടാം. ബീൻസ് അരിഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ അരിഞ്ഞെടുത്തു. ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ബീൻസും ക്യാരറ്റും പച്ചമുളകും സവാളയും ഈ രീതിയിൽ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് പാചകം ചെയ്യാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കണതേ കുക്കറിലാണ് കേട്ടോ. കുക്കർ അടപ്പത്ത് വെച്ചു. ഏതെണ്ണ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പട്ട ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കരയാമ്പൂ, ഒരു 3 ഏലക്കായ. പട്ട, ഏലക്കായും കരയാമ്പൂ എല്ലാം പൊട്ടി വന്നു. ഞാനിപ്പോൾ ഇതിലേക്ക് സവാള ഇടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിന് കളറ് മാറണ്ട, നന്നായിട്ട് വാടിയാൽ മതി. ഇപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ബീൻസും ഇടുക.
ഗ്രീൻ പീസും ഇതിൻ്റെ കൂടെ തന്നെ ഇടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം ഭംഗിയായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. നിറയെ 1 സ്പൂൺ ഇടുകയാണ്. ഇതേ 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 സ്പൂൺ ഇടുക. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കറി മസാലപ്പൊടി ഇടുക. നമ്മളിതിലേക്ക് എല്ലാം റെഡിയായി. ഇതിനകത്ത് തൈര് ഒഴിക്കുകയാണ്, 1/2 കപ്പ്. നമ്മൾ കഴുകി ക്ലീനാക്കി വച്ചിരുന്ന 2 കപ്പ് അരി നമ്മളിതിലേക്ക് ഇടുക. നമ്മൾ അരി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തു. അത്രേ ഉള്ളൂ. നമ്മൾ 2 കപ്പ് അരിയാണ് ഇട്ടത്. അപ്പോൾ നമ്മളിതിൽ 4 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ കപ്പിന് 2 കപ്പായിരുന്നു, ഇതിനകത്ത് 4 കപ്പ് വെള്ളം. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. ഇപ്പോൾ നമ്മൾ തിളച്ച് വന്നു തുടങ്ങി. നമ്മളിത് വെയിറ്റ് ഇട്ട് അടച്ചു വയ്ക്കുക. നമ്മൾ മസാല ഇട്ട് എല്ലാം റെഡിയായിട്ട് ചെറിയ തിള വന്നപ്പോൾ വെയിറ്റ് ഇട്ട് അടപ്പത്ത് വെച്ചു. ഇത് നമ്മൾ ചെറിയ തീയിൽ സിമ്മിലിട്ട് 2 വിസിലാവുമ്പോൾ ഓഫാക്കണം. അത് കഴിഞ്ഞ് ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ കുക്കർ 2 വിസിലായി. അതിൻ്റെ ആവി പോയി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മളുടെ ബിരിയാണി കറക്റ്റായിട്ടുണ്ട്. ഇത് ഒറ്റ അരി പോലും വേവാതിരുന്നില്ല, ഒന്നിൽ തൊട്ടിട്ടില്ല, വിട്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിൽ ഒരു ശകലം നെയ്യ് ഒഴിക്കാം. നമ്മളൊരു 1/2 സ്പൂൺ നെയ്യ് ഇതിലിടുകയാണ്. നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കശുവണ്ടി മുന്തിരി ഇടാം. നമുക്കതിനോട് താല്പര്യമില്ലാത്ത കാരണം നമ്മൾ ഇടുന്നില്ല. നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായി.
നമ്മുടെ ബിരിയാണി സലാഡും റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കല്ലേ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.